വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇന്നലെ ആരംഭിച്ച സാഹിത്യോത്സവിലെ സാന്നിധ്യമായി മാറിയ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രോതാക്കൾ, കീഴ്പറമ്പ് സെക്ടർ സാഹിത്യോത്സവിൻ്റെ സമാപന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സാഹിത്യോത്സവ് കേരളത്തിൻ്റെ കലാ, സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. 31ാമത് സാഹിത്യോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാഹിത്യോത്സവിൻ്റെ യാത്ര അതൊരു സാംസ്കാരിക ഘോഷയാത്രയാണ്. ആ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കുന്നത് ഓരോരുത്തരുടെയും വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്നതാണ് സാഹിത്യോത്സവിൻ്റെ ഷെഡ്യൂളിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. 3 മാസമാണ് ഓരോ വർഷവും സാഹിത്യോത്സവിന് വേണ്ടി 3 മാസം SSF അതിൻ്റെ ഷെഡ്യൂളിൽ മാറ്റിവെക്കുന്നു. സാധാരണ ജൂൺ മാസത്തിൻ്റെ ആദ്യം തുടങ്ങിയാൽ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ആദ്യ വാരത്തിൽ സ്റ്റേറ്റ് സാഹിത്യോത്സവോടുകൂടി കേരളത്തിലെ കേരള സാഹിത്യോത്സവിൻ്റെ ഷെഡ്യൂള് അവസാനിക്കുകയാണ്. അതേപോലെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സമാനമായി സാഹിത്യോത്സവം നടക്കുന്നു. ശേഷം നാഷണൽ സാഹിത്യോത്സവ് വളരെ ഭംഗിയായി നടക്കുന്നു. സാഹിത്യോത്സവിന്റെ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കുന്നത് വീടിന്റെ ഉള്ളിൽ നിന്നാണ് എന്ന് പറഞ്ഞതിനർത്ഥം ഓരോ കുടുംബത്തിലും ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളും മക്കളും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പേരമക്കളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് അവർ കഥ പറയുന്നു, പാട്ടുപാടുന്നു, സ്നേഹം പങ്കുവെക്കുന്നു, കവിത ആലപിക്കുന്നു, മൗലിദുകൾ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ ആത്മീയതയും കലയും സാഹിത്യവും ഇഴകിച്ചേർന്ന ഒരു ഫാമിലി സാഹിത്യോത്സവം നടക്കുന്നു. ലക്ഷക്കണക്കിന് വീടുകളിലാണ് ഈ വർഷം ഫാമിലി സാഹിത്യോത്സവ് നടന്നത്. ഫാമിലി സാഹിത്യോത്സവ് നടന്നാൽ തൊട്ടടുത്ത ഷെഡ്യൂൾ ആ ഘോഷയാത്രയുടെ 2ാമത്തെ സ്വീകരണം നടക്കുന്നത് ബ്ലോക്കുകളിലാണ്. SSFന് ഓരോ ഗ്രാമങ്ങളും SSFന്റെ യൂണിറ്റുകളാണ്. ആ യൂണിറ്റുകളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആ യൂണിറ്റുകളെ 2ഉം 3ഉം 4ഉം ബ്ലോക്കുകളാക്കി ആ ബ്ലോക്കുകളിലുള്ള കൂട്ടുകാർ ഒരുമിച്ച് കൂടി പാടുന്നു, പറയുന്നു, കലാസ്വാദനങ്ങൾ നടത്തുന്നു, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. ഇതിനെയാണ് 2ാമത്തെ ഘട്ടം ബ്ലോക്ക് സാഹിത്യോത്സവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായി, ഒരു ഗ്രാമത്തിന്റെ ആഘോഷമായി യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു. ആ യൂണിറ്റ് സാഹിത്യോത്സവങ്ങളിൽ പ്രതിഭാത്വം തെളിയിച്ച പ്രതിഭകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഓരോ സെക്ടറിലും സാഹിത്യോത്സവം നടക്കുന്നു. ഇങ്ങനെ കേരള സംസ്ഥാനത്തിൽ 7000-ലധികം യൂണിറ്റുകളിൽ സാഹിത്യോത്സവം നടക്കുന്നു. 800-ലധികം സെക്ടറുകളിൽ സാഹിത്യോത്സവം നടക്കുന്നു. സെക്ടർ സാഹിത്യോത്സവം കഴിഞ്ഞാൽ തൊട്ടടുത്ത ആ ഘോഷയാത്രയുടെ സ്വീകരണ കേന്ദ്രം ഡിവിഷൻ സാഹിത്യോത്സവങ്ങളാണ്. ഡിവിഷൻ സാഹിത്യോത്സവം 120 ഡിവിഷനുകളിൽ കേരളത്തിൽ SSFന്റെ ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുന്നു. അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യത്തെ അരീക്കോട് ഡിവിഷൻ സാഹിത്യോത്സവത്തിന് ആതിഥ്യമരുളാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് കീഴ്പറമ്പ് സെക്ടറിനാണ്, കീഴ്പറമ്പ് സർക്കിളിനാണ്. അത് ഇൻഷാ അല്ലാഹ് കീഴ്പറമ്പിൽ വെച്ച് വളരെ പ്രൗഢമായി 19, 20, 21 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ അതിന്റെ സംഘാടകരാണ്, ശ്രോതാക്കളാണ്, അതിന്റെ അഭിവാജ്യ ഘടകങ്ങളാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നു, സംസ്ഥാന സാഹിത്യോത്സവം നടക്കുന്നു. അത് കഴിഞ്ഞാൽ നാഷണൽ സാഹിത്യോത്സവം നടക്കുന്നു. ഈ സാഹിത്യോത്സവിന്റെ ഷെഡ്യൂളിൽ 3 മാസക്കാലം കേരളത്തിലെ വിദ്യാർത്ഥിത്വം കലയെക്കുറിച്ച് സംസാരിക്കുന്നു, അവർ പാട്ടുപാടുന്നു, അവർ പ്രസംഗിക്കുന്നു. ധാർമ്മികമായ മൂല്യങ്ങളുള്ള തലമുറയായി അവർ വളർന്നു വരാൻ അവർക്ക് ആവശ്യമായ മുഴുവൻ ചേരുവകളും SSF സാഹിത്യോത്സവിലൂടെ അവരിലേക്ക് കൈമാറുന്നു എന്നതാണ് സാഹിത്യോത്സവിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം.
നാഷണൽ സാഹിത്യോത്സവം നടക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ആ വർണ്ണാഭമായ ചിത്രം തെളിയുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം നമുക്കറിയാം, നാനാജാതി മതങ്ങളും നാനാജാതി പ്രത്യയ ശാസ്ത്രങ്ങളും നിരവധി സാമൂഹികമായ ഘടകങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഉള്ള ഒരു നാടാണ് ഇന്ത്യ മഹാരാജ്യം. അവിടെ പ്രാദേശികമായ വൈജാത്യങ്ങളുണ്ട്, മതപരമായ വ്യത്യസ്തതകളുണ്ട്, ആശയപരമായി വൈജാത്യങ്ങളുണ്ട്. ആശയപരമായും മതപരമായും സാമൂഹികപരമായും ഒക്കെയുള്ള വൈജാത്യങ്ങൾ ഒരു കുടക്കീയിൽ ഒരുമിച്ചുകൊണ്ട് ഇന്ത്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ് എന്ന് പറയുന്ന ആ ഒരു അസ്തിത്വത്തിൽ നിന്ന് എങ്ങനെ ഇന്ത്യയെ ആഘോഷിക്കാം എന്നാണ് സാഹിത്യോത്സവം പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം വെസ്റ്റ് ബംഗാളിൽ നടന്ന സംസ്ഥാന നാഷണൽ സാഹിത്യോത്സവ്, അതിനു മുമ്പ് ഗുജറാത്തിൽ നടന്ന നാഷണൽ സാഹിത്യോത്സവ്, അതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ നടന്ന സാഹിത്യോത്സവ്, ഈ സാഹിത്യോത്സവങ്ങളെല്ലാം ഇന്ത്യയുടെ ഈ വൈജാത്യത്തെ ആഘോഷിക്കുന്ന സാഹിത്യോത്സവങ്ങളായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്. നമുക്ക് കൃത്യമായി അത് ബോധ്യപ്പെടുകയും ചെയ്യും. അവിടെ SSF ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഭാഷ സംസാരിക്കുന്ന, വിവിധ സംസ്കാരത്തിന്റെ ഭാഗമായ, വിവിധ ശൈലികളുള്ള, വിവിധ ജീവിത രീതികളുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു വലിയ ഉത്സവം നടക്കുന്നു. അതാണ് നാഷണൽ സാഹിത്യോത്സവം. കഴിഞ്ഞ വർഷം കേരള സാഹിത്യോത്സവം നടന്നത് തിരുവനന്തപുരത്തിന്റെ ശ്രദ്ധേയ കേന്ദ്രമായ, തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമായ കനകക്കുന്നിലാണ്. ആ കനകക്കുന്ന് കൊട്ടാരത്തിന്റെയും ആ സമീപ പ്രദേശത്തുമുള്ള നിശാഗന്ധിയിൽ നടന്ന സാഹിത്യോത്സവ് എത്രമേൽ കേരളീയ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് തിരുവനന്തപുരത്തെ MLA-മാരോട്, അവിടെയുള്ള മന്ത്രിമാരോട്, അവിടെയുള്ള ഭരണകർത്താക്കളോട്, അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട്, സെക്രട്ടേറിയറ്റ് അടക്കം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരോട്, അവിടെയുള്ള നാട്ടുകാരോട് ഒക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രാവശ്യത്തെ കേരള സാഹിത്യോത്സവം നടക്കുന്നതും മലപ്പുറം ജില്ലയിൽ വെച്ചാണ്, മഞ്ചേരിയിൽ വെച്ചാണ്. നമുക്ക് വലിയ സൗഭാഗ്യം കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. സെക്ടർ സാഹിത്യോത്സവവും ഡിവിഷൻ സാഹിത്യോത്സവവും ജില്ലാ സാഹിത്യോത്സവം എടവണ്ണപ്പാറയിൽ വെച്ചാണ്, ജില്ലാ സാഹിത്യോത്സവവും സ്റ്റേറ്റ് സാഹിത്യോത്സവം മഞ്ചേരിയിൽ വെച്ചാണ്. സ്റ്റേറ്റ് സാഹിത്യോത്സവം ഒക്കെ ആഘോഷിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു സുവർണാവസരം ഈ വർഷം നമുക്ക് കൈവന്നിരിക്കുന്നു എന്നത് അതൊരു വലിയ അവസരമാക്കി കണ്ട് സാഹിത്യോത്സവനെ പരമാവധി പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഷെഡ്യൂളിൽ ഏകദേശം 4.5 ലക്ഷം വിദ്യാർത്ഥികൾ സാഹിത്യോത്സവന്റെ ഭാഗമാകുന്നു എന്നതാണ് വലിയ സന്തോഷം. സാഹിത്യോത്സവിൽ 170-ലധികം മത്സര ഇനങ്ങളുണ്ട്. ആ 170 മത്സരങ്ങളും വ്യത്യസ്തങ്ങളായ കലാമൂല്യങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ്. ഒരാളുടെ മനസ്സിലുള്ള ഭാവനയെ തന്റെ അനുവാചകർക്ക് ബോധ്യമാകുന്ന രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കലാമൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുമ്പോഴാണല്ലോ അതിനെ കല എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു രീതിയിലുള്ള കല അന്തർലീനമായി കിടക്കാത്ത ഒരാളും ഈ സദസ്സിലില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കലാവാസന അവർക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിലുള്ള കലാവാസന ഉണ്ടാകും. അതൊരു പക്ഷെ ചിത്രം വരക്കാനാവാം, പാട്ടുപാടാനാവാം, പ്രസംഗിക്കാനാവാം, കവിത എഴുതാനാവാം, നല്ല അവതരണം നടത്താനാവാം, അതല്ലെങ്കിൽ കൂടുതൽ ഭാവനാത്മകമായി കഥാസൃഷ്ടികൾ ഉണ്ടാക്കാനാവാം, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനാവാം. ഇങ്ങനെ അനേകം മേഖലകളുണ്ട് കലകളിൽ. അത് പുതിയ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത്, അത് വ്ളോഗുകളായും അത് വ്യത്യസ്തങ്ങളായ അവതരണങ്ങളായും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തെ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളായുമായും ഇൻഫ്ലുവൻസേഴ്സായും ഒക്കെ ഇന്ന് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിരോധാഭാസം എന്ന് പറയട്ടെ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആ മേഖലയിലുള്ള കലാമൂല്യങ്ങളെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അധാർമികതയുടെ രീതിയിലാണ് എന്നതുകൂടി വലിയ ദുഃഖത്തോടെ, വലിയ സങ്കടത്തോടെ നമ്മെ ബോധ്യപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നോക്കൂ നിങ്ങൾ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ ഇലക്ഷൻ നടന്നു. 2024 പാർലമെന്റ് ഇലക്ഷൻ തൊട്ടടുത്ത് നടന്നു. അതിന്റെ റിസൾട്ട് വന്നു. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ കാത്തുനിന്ന ആ റിസൾട്ടിൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. 10 വർഷക്കാലം ഒരാളും ചോദ്യം ചെയ്യപ്പെടാനില്ലാതെ ഭരിച്ചിരുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇന്ത്യയിലെ സമൂഹം പ്രതികരിക്കുന്നു എന്ന ഒരു രീതി കൊണ്ടുവരാനെങ്കിലും ഈ പ്രാവശ്യത്തെ ഇലക്ഷന് കഴിഞ്ഞു.
ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിലുള്ള ആളുകൾ അടക്കം പറയും ധ്രുവ് രാജി എന്ന് പറയുന്ന 30 വയസ്സ് തികയാത്ത ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് പാർട്ടിയുണ്ടോ? പാർട്ടിയില്ല. അയാൾക്ക് ഏതെങ്കിലും സംഘടനയുണ്ടോ? സംഘടനയില്ല. അയാൾക്ക് എന്താണുള്ളത്? അയാൾക്ക് നല്ല നിരീക്ഷണ ശക്തിയുണ്ട്. അയാൾക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയാം, ഇന്ത്യയുടെ സമകാലിക ചരിത്രം അറിയാം, ഇന്ത്യയുടെ ഇക്കാലത്തെ ഓരോ മാറ്റങ്ങളും അറിയാം. അതോടൊപ്പം അയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനല് കാണുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. ഒരു വീഡിയോ അതിൽ അയാൾ സംപ്രേഷണം ചെയ്താൽ, അയാൾ പോസ്റ്റ് ചെയ്താൽ ഉടനടി 2-3 കോടി ആളുകൾ, ഉത്തരേന്ത്യൻ തലത്തിലുള്ള ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ അത് കാണുന്നു എന്നത് തന്നെയാണ് വർഗീയ ഫാസിസത്തിനെതിരെ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയ ഈ വലിയ മാറ്റത്തിന് കാരണം എന്ന് പത്രത്താളുകളിൽ എന്ന് മുഴുവൻ നിരീക്ഷകരും ഒരേ അഭിപ്രായത്തിൽ പറയുമ്പോ നോക്കൂ നിങ്ങൾ, അയാൾക്ക് കിട്ടിയ ഒരു കലാമൂല്യത്തെ, അയാളിലുള്ള അറിവിനെ, അയാൾക്ക് അറിവിനെ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാനുള്ള കഴിവിനെ അയാൾ ഉപയോഗപ്പെടുത്തിയത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമാധാനപൂർണമായ അതുപോലെ സഹിഷ്ണുതയോടുകൂടെയുള്ള ഒരു ജീവിതം സാധ്യമാക്കാൻ വേണ്ടിയുള്ള പോരാട്ട ഭൂമികയിലാണ് അയാളുടെ കഴിവുകളെ പ്രയോഗിച്ചത്. ഈ ചരിത്രം നമുക്ക് എല്ലാ കാലത്തെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് നടന്ന വിപ്ലവങ്ങൾ അത്രയും, ആ വിപ്ലവങ്ങളിൽ പോരാളികളായ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഫ്രഞ്ച് വിപ്ലവത്തിന് റൊട്ടിക്ക് വേണ്ടി വരി നിന്ന് കലഹം കൂട്ടിയ അമ്മമാർ, അമ്മമാർ, സ്ത്രീകൾ, സഹോദരിമാർ, അവർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ പോരാളികളാണ്. അതുപോലെ റഷ്യൻ വിപ്ലവം എടുത്താലും, അതുപോലെ ഓരോ നാട്ടിലും നടന്ന വിപ്ലവങ്ങൾ ഓരോന്ന് പരിശോധിച്ചു നോക്കിയാലും ആ വിപ്ലവങ്ങളിലെല്ലാം അവിടെയുള്ള പോരാളികളെ ചരിത്രം നമുക്കറിയാം. ആ പോരാളികളെക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കുന്നതും അവർക്ക് ഊർജം പകർന്നതുമായ ഒരുപാട് എഴുത്തുകാരെ, അവരെ സ്വാധീനം ചെലുത്തിയ ഫിലോസഫേഴ്സിനെ, തത്വചിന്തകന്മാരെ, അവരാണ് അവർക്ക് ആശയമായ പിൻബലം നൽകിയത്. റൂസോയും വോൾട്ടയറും മോണ്ടസ്ക്യൂയും അടക്കമുള്ള എഴുത്തുകാർ നൽകിയ ആശയത്തിൽ നിന്നാണ് അവിടെ വലിയ വിപ്ലവം സാധ്യമായത്. ആ വിപ്ലവത്തെയാണ് ഇപ്രാവശ്യത്തെ സാഹിത്യോത്സവ തീമായിട്ട്, അതിന്റെ പ്രമേയമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വിപ്ലവം എന്നല്ല, മറിച്ച് ചേഞ്ച് എന്ന പദമാണ് SSF പ്രയോഗിക്കുന്നത്. മാറ്റം എന്ന പദമാണ്. തൊട്ടു മുമ്പ്, ഒരു മാസം മുമ്പ്, എല്ലാ സെക്ടർ കേന്ദ്രങ്ങളിലും വി ദ ചേഞ്ച് എന്ന പ്രമേയത്തിൽ ഞങ്ങളാണ് മാറ്റം കൊണ്ടുവരാനുള്ളത് എന്ന പ്രമേയത്തിൽ SSF സോഷ്യൽ അസംബ്ലികൾ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ SSF ലക്ഷ്യം വെക്കുന്നത് ഒരു ഡ്രീം ജനറേഷനെയാണ്. സിഗ്മ ജനറേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, സിഗ്മ മെയിലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. വ്യത്യസ്ത പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെയധികം വ്യാപിച്ച ഒരു കാലത്ത്, അസാംസ്കാരികതയും അശ്ലീലതയും വ്യാപകമായിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെ അശ്ലീലതകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആണുമുള്ള സെക്ഷുവാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ വ്യത്യസ്തങ്ങളായ അശ്ലീല പ്രവർത്തനങ്ങളെയും അതുപോലെ പ്രകൃതി വിരുദ്ധമായ ഒട്ടനേകം കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ SSF ചർച്ച ചെയ്യുന്നത് സിഗ്മക്കും സിഗ്മ മെയിലിനും അപ്പുറം ഒരു ഡ്രീം സൊസൈറ്റിയെ, ഒരു ഡ്രീം ജനറേഷനെ, ഒരു നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കുക എന്നതാണ് SSF ലക്ഷ്യം വെക്കുന്നത്. ആ ഡ്രീം ജനറേഷൻ, നമ്മുടെ മുന്നിലുള്ള സ്വപ്ന തലമുറ, ആ സ്വപ്ന തലമുറയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ആ സ്വപ്ന തലമുറയിൽ നാടിനെ നയിക്കേണ്ട വിദ്യാർത്ഥികളാണ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾ. അവർ നാടിന് ദിശാബോധം നൽകും, അശ്ലീലതകളിൽ നിന്ന് മോചനം നൽകും, അക്രമങ്ങളിൽ നിന്ന് മോചനം നൽകും, അനീതികളിൽ നിന്ന് മോചനം നൽകും. അവർ ഒരിക്കലും സെൽഫിഷ് ആയിരിക്കില്ല, അവരൊരിക്കലും സ്വാർത്ഥമതികളായിരിക്കില്ല, അവരൊരിക്കലും അസഹിഷ്ണുത പുലർത്തുന്നവരായിരിക്കില്ല, അവരൊരിക്കലും വൈജാത്യങ്ങളെ ഉൾക്കൊള്ളാത്തവരായിരിക്കില്ല, അവരൊരിക്കലും പരസ്പര വിദ്വേഷവും അപരവിദ്വേഷവും പരത്തുന്നവരായിരിക്കില്ല. അവർ സ്നേഹം പറയുന്നവരായിരിക്കും, അവർ സാമൂഹിക സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരായിരിക്കും. ആ പ്രവർത്തകരെ വാർത്തെടുക്കുകയാണ് SSF. അപ്പൊ SSF ലക്ഷ്യം വെക്കുന്നത് നെക്സ്റ്റ് ജൻ അഥവാ ഒരു ഡ്രീം ജനറേഷനെയാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ SSF ആ മാറ്റത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ മാറ്റം കൊണ്ടുവരുന്ന, ആ വിപ്ലവം കൊണ്ടുവരുന്ന പോരാളികളാണ്, ചേഞ്ചേഴ്സ് ആണ്, റവല്യൂഷണറീസ് ആണ്, പോരാളികളാണ് എന്റെ മുന്നിലിരിക്കുന്ന ഈ പ്രവർത്തകർ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ ഇന്നലകളിലെല്ലാം സാഹിത്യകാരന്മാർക്ക് വലിയ
കർമ്മങ്ങൾ ചെയ്യാൻ വലിയ സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് അതുപോലെ മറ്റനേകം കാലങ്ങളിലെല്ലാം വലിയ വലിയ എഴുത്തുകാരുടെ രചനകളാണ്, വലിയ വലിയ പ്രഭാഷണങ്ങളാണ്, ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിരുന്ന പ്രഭാഷണങ്ങളാണ് ഗാന്ധിജിയുടേതൊക്കെ. ആ പ്രഭാഷണങ്ങളാണ് അവർക്ക് ഊർജം പകരുന്നത്. അത്തരം ഊർജം പകരുന്ന പ്രഭാഷകരും എഴുത്തുകാരും കോളമിസ്റ്റുകളും കവികളും കഥാകഥനം നടത്തുന്ന ആളുകളും ഒക്കെ ഈ തലമുറയിൽ നിന്ന്, ചിത്രം വരയ്ക്കുന്ന ആളുകളും ഒക്കെ ഈ തലമുറയിൽ നിന്ന് വളർന്നു വരും എന്നത് SSFന്റെ വാക്കാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.